വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ടേബിൾ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ തോരനാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്ന് നമുക്ക് നോക്കാം. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2 പിടി കൊച്ചുള്ളി ചതച്ചത്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കുക. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. അത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളി ഏകദേശം വഴന്നിട്ടുണ്ട്, നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ചുവ മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പച്ച ചുവയൊക്കെ മാറി നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ അനുസരിച്ചിട്ട് നമുക്ക് സവാള എടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് 2 സവാള എടുത്തത്. അതും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം സവാളയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി നമുക്ക് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ ചിക്കനാണ്. എല്ലോട് കൂടിയ ചിക്കനാണ്. നിങ്ങൾക്ക് എല്ലില്ലാത്ത ചിക്കൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എല്ലോട് കൂടിയുള്ള ചിക്കൻ ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ബോൺലെസ് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി വഴറ്റുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ പെരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ആ പെരിഞ്ജീരകമൊക്കെ ചിക്കനിൽ പിടിച്ച് വരുമ്പോൾ നല്ലൊരു മണമായിരിക്കും. എന്നിട്ട് നമ്മളൊന്ന് തീ കുറച്ച് വയ്ക്കുക. ചിക്കനിൽ നിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തീ കുറച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചെറു ചൂടുവെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്, ചൂടായ വെള്ളം തന്നെയായിരിക്കും നല്ലത്. ഇപ്പോൾ ഒന്ന് ചിക്കനൊക്കെ നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ചെറിയ തീയിലാണ് ഇരിക്കുന്നത്. ഇനി ഒന്ന് തുറന്നു നോക്കാം. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഇതിലുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാള കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചേർത്ത സവാളയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് വെന്ത് കഴിയുമ്പോൾ ഈ സവാള ചേർക്കുമ്പോൾ ഈ സവാള നന്നായിട്ട് വേവത്തില്ല. അപ്പം നമ്മൾ അവസാനം ഈ തോരൻ കഴിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ സവാള കൂടി കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് ചിക്കൻ ഒന്ന് കുറച്ച് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ സവാള ചേർക്കുന്നത്. ഇതിപ്പോൾ ഒരു 2 സവാള അടുപ്പിച്ച് വരും. 1.5 സവാള ചേർത്താലും മതി. ഇപ്പോൾ കുറച്ച് സമയമായി. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇളക്കി നോക്കാം. വെള്ളം കുറച്ചും കൂടെ വറ്റാനുണ്ട്. ചിക്കനൊക്കെ വെന്തോ എന്ന് നമുക്ക് ഈ സമയത്തൊന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. 3 പിടി ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1/2 കിലോ ചിക്കനാണ് ഞാൻ ചേർക്കുന്നത്, അതുകൊണ്ട് 3 പിടി എടുത്തത്.
അതിലേക്ക് ഇനി കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, എരിയുള്ള നമ്മൾ സാദാ മുളക് പൊടി 1 ടീസ്പൂൺ, അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ട് ഞെരടിയെടുക്കുക. കൈയൊക്കെ നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയതുകൊണ്ട്, അല്ലെങ്കിൽ കൈ വെച്ച് ഞെരടിയാലേ നമുക്ക് ഇതിനൊക്കെ ആ ഒരു പ്രത്യേക ടേസ്റ്റും രുചിയും വരത്തുള്ളൂ. അതുകൊണ്ട് കൈ വെച്ച് നന്നായിട്ട് ഞെരടി യോജിപ്പിക്കുക. ഇനി നമുക്ക് എന്തായി നേരത്തെ വേവിക്കാൻ വെച്ച ചിക്കൻ എന്തായി വെള്ളമൊക്കെ വറ്റിയോ നോക്കാം. ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക. കുറച്ച് വെള്ളത്തിൻ്റെ മയമുണ്ട്, അതിന് നമ്മുടെ അരപ്പ് എല്ലാം കൂടെ വെന്ത് വരുമ്പോൾ ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിനി തീ നല്ലതുപോലെ സിമ്മിലാക്കി കൊടുക്കാം. ചിക്കനൊക്കെ വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നൊക്കെ നോക്കാം. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പോ എരിയോ കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അവസാനം നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് പെരിഞ്ചീരകവും ഗരം മസാലയും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊരു പ്രത്യേക മണമായിരിക്കും. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വാഴയിലയില, നമ്മളെ നാടൻ വിഭവമല്ലേ, അതുകൊണ്ട് ഒരു വാഴയിലയിലാണ് വിളമ്പി കൊടുക്കുന്നത്. ആ ചൂട് ചിക്കൻ തോരൻ ആ വാഴയിലയിലൊക്കെ ഇരുന്നിട്ടുള്ള ആ ഒരു മണം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഇവിടെ അങ്ങ് നിൽക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് മണമാണ്. അതുപോലെ ടേസ്റ്റും അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും എന്തായിരുന്നാലും മസ്റ്റ് ട്രൈ ആണ് മക്കളെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.